ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് ഇവിടുത്തെ ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കാണണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് കാണിക്കുന്നത്. ഇവിടെ ഇൻറ്റീരിയറിലുള്ള കുറേ പ്ലാന്റ്സും ഇവിടെ ഒരു ഹോം ടൂർ എന്ന് തന്നെ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടുത്തെ സിറ്റ് ഔട്ട് പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ കയറുമ്പോൾ ഇതുപോലത്തെ ഉള്ളൊരു ലിവിങ് റൂമാണ്. ഇവിടെ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പോത്തോസിൻ്റെ വെറൈറ്റീസ്. ഇതിപ്പോൾ നിയോണാണ്, അതുപോലെയുള്ള ഗോൾഡൻ പോത്തോസൊക്കെ വെച്ചിട്ടാണ് അധികവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു കളർ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ഷെയ്ഡിലാണ്. അപ്പോൾ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്സും പിന്നെ ആ ഒരു ബ്രൈറ്റ് കളറിലുള്ള റെഡ് പോട്ട്സിലും ഒക്കെയാണ് ഇവിടെ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ഭംഗി നല്ല ഇതായിട്ട് തന്നെ ഉണ്ട്. വളരെ അട്രാക്റ്റീവായിട്ടാണ് ഈ ഒരു ഏരിയയിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ അവരുടെ പ്രെയർ റൂം ആണ് ഈ കാണുന്നത്, പ്രെയർ ഏരിയ. അത് കഴിയുമ്പോൾ ഇവിടെ ഒരു കോർണർ സ്റ്റാൻഡിലായിട്ട് ഇവിടെ സെറാമിക് പോട്ടിലും സെൽഫ് പോട്ടിങ് പോട്ടിലുമായിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്തേക്കുന്ന കാണാം. അപ്പോൾ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ലീഫ് തന്നെ, ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് തന്നെ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിന്ന് വരുന്ന ലീവ്സ് പ്ലെയിൻ ഗ്രീൻ ആയിരിക്കും കേട്ടോ, സെയിം കളർ വരില്ല, ഈ യെല്ലോ ബോർഡർ വരില്ല. പിന്നെ ഈ കാണുന്നത് നിങ്ങൾക്ക് കണ്ട പ്ലാസ്റ്റിക് ആണോ എന്ന് തോന്നും, പക്ഷേ ഇത് കോളീസ് പ്ലാന്റ് ആണ്. കോളീസ് പ്ലാന്റിൻ്റെ കുറേ സ്റ്റെംസ് ഇങ്ങനെ ഒരുമിച്ച് ടൈ ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ റൂട്ട്സ് വന്ന് തുടങ്ങിയിട്ടില്ല, റൂട്ട്സ് വരും. കുറേ നാളിങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ഈ വെള്ളം കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് നോക്കണം കേട്ടോ, നല്ല രസമായിട്ട് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ ഈ റൂമിൽ നിന്ന് ഇനി കയറുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. വലിയ ഹാൾ എന്ന് പറയുമ്പോൾ അവിടെ TV ഒക്കെ വെച്ചിട്ട് ഒരു ലിവിങ് റൂം സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സെയിം അതേ ഷെയ്ഡിലുള്ള സെറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ഒരു നിയോൺ പോത്തോസ് ഉണ്ട്. പിന്നെ കാണുന്ന പ്ലാന്റ് ഡാൾസീനിയാണ്. ഇത് ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റ് ആണ്. കുറച്ച് സൺലൈറ്റ്, കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ഗോൾഡൻ പോത്തോസ്, ഇത്രയും പ്ലാന്റ്സ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹാൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫർ ഹൗൾസ് ആണ്. അതിൻ്റെ താഴെ തന്നെ ഈ ഒരു ചാരു കസേര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നാച്ചുറൽ ട്രഡീഷണൽ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് നന്നായിട്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു പാമ്പിൻ്റെ വെറൈറ്റിയാണ്. പിന്നെ കുറച്ച് പെയിൻറ്റിങ്സും കാണാം. അപ്പോൾ അത്യാവശ്യം ഒരു ഏരിയയിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെളിച്ചം വീടിനുള്ളിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ ന്യൂസ് പേപ്പർ വായിക്കാനും അല്ലെങ്കിൽ തന്നെ രാവിലെയുള്ള ആ ഒരു ഫ്രഷ് ആ ഒരു എനർജി നല്ല രീതിക്ക് തന്നെ വീട്ടിനുള്ളിലേക്ക് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഈ വീട്ടിലൊരു മെമ്പറിനെ കാണാം. അപ്പോൾ ഇതാണ് ഇവരുടെ പെറ്റ്. ഇതിൻ്റെ കറക്റ്റ് എന്ത് വെറൈറ്റിയിലുള്ള പ്ലാന്റ് അല്ല, ബേർഡാന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്കിനി റൂമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ ഒരു റൂമിൽ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. പിന്നെ ഈ നമ്മുടെ കോളിയസ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 3 വെറൈറ്റിയിലുള്ളതാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സർക്കുലർ ഷേപ്പിലുള്ള ലീവ്സും കാണാം, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലീവ്സും കാണാം. അപ്പോൾ കണ്ടോ, ഇതൊരു മെറൂൺ, ഒരു ഗ്രീൻ, അതിൽ കുറച്ച് റെഡ് കളേഴ്സ്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ലീവ്സിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഭയങ്കര ബ്രൈറ്റാണ്. പിന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ ഒരു പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഒരു റിയൽ പ്ലാന്റ് ആണെന്നുള്ളൊരു ഫീല് കിട്ടില്ല. പിന്നെ കുറേ നാൾ ഇങ്ങനെ തന്നെ ഇരിക്കും. കുറച്ച് ലീവ്സ് പോവും, എന്നാലും കുറേ നാൾ അങ്ങനെ തന്നെ നിൽക്കും.
ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ കിച്ചണിനുള്ളിൽ തന്നെ ഡൈനിങ് ടേബിളും ഇവിടെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ നമ്മുടെ എയർ പ്യൂരിഫയർ ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ലെക്ക ബോൾസിലാണ്. പിന്നെ ഈ ഒരു വിൻഡോ സൈഡിൽ ഫിലാഡെൻഡ്രോൺസ് ആണ് 3 സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം സെൽഫ് വാട്ടറിങ് പോട്ട്സിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു വൈറ്റ് പോട്ടിന് എന്താ പറയുക, കുറച്ചുകൂടി ഭയങ്കര അട്രാക്റ്റീവ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, ആ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഈ വിൻഡോ സൈഡിലുള്ളത് പോത്തോസ് ആണ്, എൻജോയ് പോത്തോസ്. കണ്ടോ, എല്ലാം ലെക്ക ബോൾസിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം. പിന്നെ നമുക്കിവിടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഗ്ലാസ്സിൽ ടെസ്റ്റ് ട്യൂബ് പോലെ ഉണ്ട്. അതിനകത്ത് പോത്തോസ് 2 സൈഡിലും വെച്ചിട്ടുണ്ട്. പിന്നെ മിഡിലുള്ളത് എഗ്ലോണിമയാണ്. എഗ്ലോണിമയും ഒരു നല്ലൊരു എയർ പ്യൂരിഫയർ, ഒരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. പിന്നെ പുറത്ത് കുറച്ച് പച്ചക്കറിയുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പയറിൻ്റെ ഒരു വലിയ കുറച്ച് സൈസിലുള്ള പയറാണിത്. ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, ചീര, തക്കാളി, അങ്ങനെയുള്ള പുതിനയില, മല്ലിയില അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ബ്രിഞ്ചോൾ വലിപ്പം കാണുമ്പോൾ അറിയാം, ഏകദേശം എൻ്റെ കൈയുടെ വലിപ്പത്തിനുള്ളതുണ്ട്. പിന്നെ ഇത് മിൻ്റാണ്, നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ആവശ്യത്തിന് വെയിലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ആൾക്കാർ, സ്റ്റെർലിൻ അങ്കിളും ബിന്ദി ആൻറ്റിയും. അപ്പോൾ ബിന്ദി ആൻറ്റി ടീച്ചറാണ്, അങ്കിളിനും ബിസിനസ്സാണ്. അപ്പോൾ ഇതവരുടെ പെറ്റാണ്. പിന്നെ അങ്കിളിനും ആൻറ്റിക്കും 2 മക്കളാണുള്ളത്, ഒരു മോളും ഒരു മോനും. പക്ഷേ ഇപ്പം അവിടുത്തെ താരം ഇവനാണ് കേട്ടോ. പാട്ടൊക്കെ പാടും. ആൻറ്റി യൂട്യൂബ് നോക്കിയിട്ട് എന്തൊക്കെയോ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പുതിയ ആൾക്കാരായതുകൊണ്ട് തന്നെ അതിന് പരിചയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പാടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റെർലിൻ അങ്കിളിൻ്റെ മറ്റൊരു ക്രേസ് ബൈക്സിനോടാണ്. അപ്പോൾ അങ്കിളിന് BMW ഒരു ബൈക്ക് ഉണ്ട്, പിന്നെ ഒരു ഹാർലി ഡേവിഡ്സണും ഉണ്ട്. അപ്പോൾ മിച്ചുവിനും ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ബൈക്കിലൊക്കെ കയറാൻ. ബൈക്കും കാറും എല്ലാ വണ്ടികളോടും അവന് ഭയങ്കര ക്രേസാണ്. അങ്ങനെ അങ്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവനെ കയറ്റാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ അങ്കിളിൻ്റെ തറവാട്, ഈ കാണുന്നത് അങ്കിളിൻ്റെ തറവാടാണ്. ആ വീടിനോട്, ഇപ്പോൾ താമസിക്കുന്ന വീടിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഇപ്പോൾ കുറേ വർഷമായിട്ട് അവിടെ ആളൊന്നുമില്ല. അങ്കിൾ ജനിച്ച് വളർന്നിട്ടുള്ള വീടാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കായലിൻ്റെ സൈഡിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഭയങ്കര രസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ നേരെ കാണുന്നത് ഒരു തുരുത്താണ്. തുരുത്തെന്ന് പറയുമ്പോൾ ഐലൻഡ് അവിടെയാണ്. അവിടെ നമുക്ക് വള്ളത്തിലൊക്കെ പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു റിസോർട്ടിലൊക്കെ വന്നിട്ടുള്ള ഒരു സെയിം ഫീലിംഗ് ആണ് ഇവിടെ. പണ്ടെപ്പോഴോ മുങ്ങിപ്പോയൊരു വെള്ളം കാണാം. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്.
അപ്പോൾ ഇത് അങ്ങോട്ട് മറിഞ്ഞു കിടക്കുന്ന ഒരു മരമാണ്. അപ്പോൾ അതിൽ മീതെ കയറി നിന്നിട്ട് ഇവിടെ വരുന്നവരൊക്കെ ഫോട്ടോസ് എടുക്കാറുണ്ട്. അങ്ങനെ മിച്ചുവിനെ അങ്കിള് അവിടെ ഇരുത്തി ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതിലൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരയ്ക്കും ബൈ.